ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ചോറ് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ചോറാട്ടാ. അപ്പോൾ ആ ഒരു ചോറിൻ്റെ റെസിപ്പി കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഈ കോഴിൻ്റെ ലഗോൺ കോഴിയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴായാലും ആ കോഴി എടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് ഒരു ഉറപ്പായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ തോലുള്ള കോഴിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ മറ്റേ കോഴിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുത്താൽ തന്നെ വെന്ത് കിട്ടും. ഇത് നമ്മൾ 2-3 വിസിൽ അടുപ്പിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അടുപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഒന്ന് കുട്ടൻ്റെ മന്തിയാണ് ഒരു ചോറ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഉപ്പും കുരുമുളക് പൊടിയും അമ്മാതിരി പച്ചമുളക് പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പോഴേ നമുക്കത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ കോഴിൻ്റെ തോല് എങ്ങനെ എടുക്കലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രോസ്റ്റിന് പറഞ്ഞുകൊണ്ടുള്ള കോഴി വാങ്ങുക ചെയ്യുക. അപ്പോൾ പിന്നെ അങ്ങനെ തോല് ഇങ്ങോട്ട് മാറ്റിയെടുക്കും. അപ്പോൾ അങ്ങനെ ഇട്ട് ഞാൻ തോലെടുക്കുക. ഈ തോലും ഞാൻ ആ ചോറ്റിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കോഴിയായിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മളെ പോത്തിറച്ചി ഇവിടെ വെന്തിട്ടുണ്ട്. പോത്ത് അല്ല കേട്ടോ, ഇത് കുട്ടനെന്ന് പറയും. അപ്പോൾ ഇന്നാളെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടനെന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇപ്പോൾ എന്താ പറഞ്ഞു തരാ വെച്ചാൽ പശുവിൻ്റെ കുട്ടികളുണ്ടാവില്ല, പിന്നെ ആണ് അങ്ങനെ പറയട്ടെ. അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അതിന് ഞങ്ങൾ കുട്ടനെന്ന് കേട്ടോ ഇവിടെ പറയാം, കുട്ടൻ്റെ ഇറച്ചിന്ന്. അപ്പോൾ നമ്മളെ കോഴി ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി, വലിയ ജീരകവും പച്ചക്കൊത്തമ്പാലി, ഏലക്കായും ഒക്കെ റെഡിയാക്കി എടുത്തതാണ്. പിന്നെ തക്കാളി, വല്യുള്ളിയും പച്ചമുളകും കൂടി അരച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനും റാണിയും ഒക്കെ കൂടി ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു തലക്ക് കോഴി കായം തേക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് പൊടിച്ചത്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ സാധാരണ ഒരിക്കലും അതിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത് അരിപ്പൊടിയും മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തുകൊണ്ട് അത് നല്ല ഗ്രേവി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലോണം അത് കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ അത് സമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള കൂട്ടുണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ സമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കണ അതേപോലെ തന്നെ കുറച്ച് കളറും കൂടി ഞാൻ ചേർത്തുകൊണ്ടാണ് ഈ കോഴി കായം തേച്ച് വെക്കണം. അപ്പോൾ ഇത് നമ്മളൊരു 2 മണിക്കൂറൊക്കെ ഇതേപോലെ ഇരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കോഴിയൊക്കെ നിങ്ങൾ എപ്പോഴായാലും അങ്ങനെ കുറച്ച് മുന്നേ തന്നെ കായം തേച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മന്തിക്കുള്ള ഇതൊക്കെ കൂടി റെഡിയാക്കി എടുക്കണം. അതിലേക്ക് ഞാൻ മാഗിൻ്റെ കട്ട 4 കട്ട, അതായത് 4 പെട്ടിയിൽ ഓരോ പെട്ടി 2 ഈച്ച കട്ടല്ലേ. അപ്പോൾ അങ്ങനെ 4 കട്ട റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1.5 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും ഒരു 2 ടേബിൾ സ്പൂണ് മന്തി മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇതിലേക്കുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടൻ്റെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ആ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഇരുന്ന് കണ്ട് ഒരു അരമണിക്കൂർ നേരം തിളപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മളെ ഇറച്ചിക്കൊക്കെ അതിൻ്റെ നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് വറ്റിൻ്റെ ശേഷം അതിലേക്കുള്ള ചോറ് തിളപ്പിച്ച് ഊറ്റിക്കാണ്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അതിൽ നിന്ന് കുറച്ച് മസാല നമ്മൾ മന്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. പിന്നെ കളർ ചേർത്തിട്ട് ഒരടുപ്പത്ത് ഞാൻ ഇതിൻ്റെ ലേക്കുള്ള കരി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുയ്യാക്കിയൊരു പാത്രം അതിൽ വെച്ചുകാണ്ട് റെഡിയാക്കി കൊടുത്ത് ലാസ്റ്റ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് മൂടി വെച്ച് കൊടുക്കുക ചെയ്തത്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കുത്തുന്ന കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളാ കോഴിൻ്റെ വെള്ളവും എല്ലാം കൂടി കഷ്ണം കൂടി ഇട്ടുകാണ്ട് നെയ്ച്ചോറ് പോലെ വെക്കുകയാണ് ചെയ്യണത്. അപ്പം എൻ്റെ അടുത്ത് വലിയ കുക്കർ വെച്ചാൽ ഇത് ഞാൻ 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ കുക്കർ ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത് ഒന്നുകൂടി നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ അത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതുണ്ട്, ഇത് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ ഇറച്ചി എല്ലാം മറ്റേ ഇറച്ചി എടുത്താലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഐസക്കുട്ടിക്ക് പാല് കാച്ചുന്നുണ്ട്. അതുമാണല്ലോ നമുക്ക് അതിൻ്റെ ഇടയിൽ നടക്കുക.
പിന്നെ ഞാൻ ആ ചോറ്റിലേക്കുള്ളതാണ് ഈ കോലിഫ്ലവർ. അതൊന്ന് തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ആ ചോറ്റിലേക്കുള്ളത് തന്നെയാണ് ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ. അപ്പോൾ അത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, ഗരം ചിക്കൻ മസാല ഉണ്ടല്ലോ അതിൻ്റെ പൊടി, ഉപ്പും കൂടി ഇട്ടുകാണ്ട് ഒന്നുണ്ട് മസാല തേച്ച് എടുത്തുകാണ്ട് അധികം ഒന്നും വേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മീനൊക്കെ പൊരിക്കണ മാതിരി ജസ്റ്റ് ഒന്ന് 2 ഭാഗവും മറിച്ചിട്ടുകാണ്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ഇത് ഞാനൊരു സലാഡിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കും കാബേജും ഒക്കെ റെഡിയാക്കി എടുത്തതാണ്. ഇനി പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് ഞാൻ ഉറുമാമ്പഴം ഇടുന്നുണ്ട്. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഒക്കെ ഇട്ടുകൊണ്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളെ കോലിഫ്ലവർക്ക് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മന്തി മസാല എല്ലാം കൂടി ചേർത്തുകാണ്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. അതേമാതിരി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഗ്രേവി അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തുകാണ്ട് ഒന്നും ലൂസായിട്ടുള്ള ഇതാക്കി റെഡിയാക്കി എടുക്കണം. ഇതും പൊരിച്ചുകാണ്ട് നമുക്ക് ഭക്ഷണം ഇത് ചെയ്യുമല്ലോ, ടേബിളിലേക്ക് വിളമ്പി വെക്കുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സലാഡക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക, കുരുമുളക് പൊടി, ഒരു കുറച്ച് സുർക്ക. അതേ ഇനി സുർക്ക ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്താലും മതി. ഞാൻ പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാത്തത് എനിക്ക് ചെറുനാരങ്ങൻ്റെ നീര് അലർജിയാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ സുർക്കാക്കിയത്. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഉറുമാമ്പഴത്തിൻ്റെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം. അപ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്ന ഇതാവുമ്പോൾ നമ്മൾ എല്ലാറ്റിൻ്റെ കൂടി ഒരേപോലെ കളറ് വരും. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ചോറ് അതിൽ നിന്ന് മാറ്റി ഒരു പകുതി ചോറ് അതിൽ വെച്ച് പകുതി ചോറ് അതിൻ്റെ മേലിൽ നിന്ന് മാറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തല്ലോ, അപ്പോൾ അത് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ കോലിഫ്ലവറും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിൻ്റെ ഇലയും കൂടി ചേർത്തുകാണ്ട് ഒന്നും കൂടി ദമ്മിലിട്ട് കൊടുക്കുകയാണ്. ഞാൻ പിന്നെ ഇതാ കോലിഫ്ലവർ അത് ദമ്മിലിട്ട് വെച്ചതിന് ശേഷമാണ് കോലിഫ്ലവർ പൊരിച്ചെടുക്കുന്നത്. അത് കോലിഫ്ലവർ പൊരിച്ച് കഴിഞ്ഞേക്കന്നെ പിന്നെ അതിലേക്കുള്ള ചിക്കനും കൂടി പൊരിച്ചെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഒരേ എണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, നമുക്ക് 2 എണ്ണൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ വിരുന്നേരൊക്കെ വരാനായിട്ട് ഈ സലാഡും ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ സമ്മന്തി പിന്നെ ഇന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതേമാതിരി ബീട്രൂട്ടിൻ്റെ സമ്മന്തി, തേങ്ങാ സമ്മന്തി, തൈര്, ബീട്രൂട്ട് ഇട്ട സലാഡ്. ഇത് ജ്യൂസാട്ടോ, ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ടുള്ള ജ്യൂസ്. ഞാൻ സാധാരണ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കണം അതേ ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ചോറ്റിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് നമ്മളെ കോലിഫ്ലവർ. അപ്പോൾ അത് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ മന്തി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വൈതളങ്ങ അച്ചാർ. വൈതളങ്ങ അച്ചാർ നല്ല ടേസ്റ്റാണ് ഈ ചോറ്റയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട വീഡിയോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാം ടേബിളുമ്മൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. പിന്നെ വേറെ ഒന്നുണ്ട്, പിന്നെ അതിലേക്കുള്ള ഫുഡിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഫുഡിങ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഫുഡിങ്. കാരണം വെച്ചാൽ അത് 2-3 ലെയറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒട്ടിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. നല്ല ടേസ്റ്റുണ്ട്. വരുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കണം കേട്ടോ അത്. പിന്നെ നമ്മളെ മുട്ട ഫുഡിങ് കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കമൻറ്റിലൂടെ ഒന്നും മറുപടി പറയണം. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയണേ, ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം കേട്ടോ. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.